നമസ്കാരം. അമേരിക്ക കാനഡ വ്യാപാര തർക്കം രൂക്ഷമാകുന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചർച്ച പരാജയപ്പെട്ടതിന് പിന്നാലെ കാനഡയിൽ നിന്നുള്ള ചില ഇറക്കുമതികൾക്ക് 50% തീരുവ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അമേരിക്ക. ഇതിനെതിരെ ശക്തമായ തിരിച്ചടിക്കുമെന്ന് കാനഡയും അറിയിച്ചിട്ടുണ്ട്. അതിനിടെ പശ്ചിമേഷ്യയിലെ സംഘർഷം കൂടുതൽ സങ്കീർണമാകുകയാണ്. സൗദിയിലെ അരാംകോ പ്ലാന്റിലും നജ്റാൻ വിമാനത്താവളത്തിനും നേരെ ഡ്രോൺ ആക്രമണം നടത്തിയതായി ഹൂതികൾ അവകാശവാദം നടത്തി. എന്നാൽ ആക്രമണം സൗദി സ്ഥിരീകരിച്ചിട്ടില്ല. എന്തായാലും ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ നോക്കാം. എല്ലാ പ്രേക്ഷകർക്കും ഒരു മണി വാർത്തയിലേക്ക് സ്വാഗതം. കാനഡയ്ക്ക് മേൽ 50% തീരുവ പ്രഖ്യാപിച്ച് US. വെള്ളിയാഴ്ച രാത്രി നടന്ന US കാനഡ അന്തിമ ചർച്ച തീരുമാനമാകാതെ പിരിഞ്ഞു. ഇതിന് പിന്നാലെ കാനഡയിൽ നിന്നുള്ള ചില ഇറക്കുമതികൾക്ക് ശനിയാഴ്ച മുതൽ 50% നികുതി ഏർപ്പെടുത്തുമെന്ന് US പ്രഖ്യാപിച്ചു. 3 ദിവസമായി വാഷിംഗ്ടണിൽ നടന്ന US കാനഡ ചർച്ചയാണ് തീരുമാനമാകാതെ പിരിഞ്ഞത്. US വ്യാപാര പ്രതിനിധി ജാമിസൺ ഗ്രീറും കാനഡയുടെ US വ്യാപാര മന്ത്രി ഡൊമിനിക് ലെബ്ലാങ്കും തമ്മിലായിരുന്നു ദീർഘമായ ചർച്ച നടന്നത്. താരിഫ് പ്രഖ്യാപനത്തിന് പിന്നാലെ US-ഉമായുള്ള വ്യാപാര ചർച്ചകൾ താൽക്കാലികമായി നിർത്തിവെക്കുന്നതായി കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി പ്രഖ്യാപിച്ചു. പുതിയ താരിഫുകൾക്കെതിരെ കാനഡ $1 എന്ന കണക്കിന് തിരിച്ചടിക്കുമെന്നും മാർക്ക് കാർണി വ്യക്തമാക്കി. കാനഡയുടെ ചർച്ചാ പ്രതിനിധികളോട് US-ൽ നിന്ന് മടങ്ങാനും കനേഡിയൻ പ്രധാനമന്ത്രി നിർദ്ദേശം നൽകി. സൗദി അരാംകോ പ്ലാന്റ്, നജ്റാൻ മേഖലയിലെ വിമാനത്താവളം എന്നിവ ആക്രമിച്ചതായി ഹൂതി വിമതർ. നജ്റാൻ വിമാനത്താവളത്തിലെ സൈനിക കേന്ദ്രത്തിന് നേരെയാണ് ഡ്രോൺ ആക്രമണം നടത്തിയത്. നജ്റാനിലെ തന്നെ അരാംകോ പ്ലാന്റിലും ആക്രമണമുണ്ടായതായാണ് റിപ്പോർട്ട്. എന്നാൽ ആക്രമണം സൗദി സ്ഥിരീകരിച്ചിട്ടില്ല. ഡ്രോണുകൾ ഉപയോഗിച്ച് സംഘം 2 സൈനിക ഓപ്പറേഷനുകൾ വിജയകരമായി നടത്തി. ആദ്യത്തേത് നജ്റാൻ വിമാനത്താവളത്തിലെ സൗദിയുടെ തന്ത്രപ്രധാനമായ സ്ഥലവും രണ്ടാമത്തേത് നജ്റാനിലെ അരാംകോ കേന്ദ്രത്തെ ലക്ഷ്യം വെച്ചായിരുന്നുവെന്ന് സൈനിക വക്താവ് യഹ്യ സാരി ടെലിഗ്രാമിലെ ഒരു പ്രസ്താവനയിൽ പറഞ്ഞു. വിമതർ രാജ്യത്തിനെതിരെ ആക്രമണം ശക്തമാക്കുന്നതിനാൽ സൗദി അറേബ്യയ്ക്ക് ഹൂതികളെ നിയന്ത്രിക്കാൻ കഴിയില്ല എന്ന് ഇറാന്റെ റവല്യൂഷണറി ഗാർഡുകൾ മുന്നറിയിപ്പ് നൽകിയിരുന്നു. പശ്ചിമേഷ്യയിലെ ഹോർമൂസ് പ്രതിസന്ധി പരിഹരിക്കാനുള്ള ചർച്ചകൾ തുടരാൻ ഒമാൻ. ഇറാൻ വിദേശകാര്യ മന്ത്രിമാർക്കിടയിൽ ധാരണ. ഇരു മന്ത്രിമാരും നിലവിലെ സ്ഥിതിഗതികളും ചർച്ച ചെയ്തു. എന്നാൽ അമേരിക്കയുമായി വിട്ടുവീഴ്ചയ്ക്കില്ല നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഇറാൻ. വീണ്ടും ആക്രമണമുണ്ടായാൽ ശക്തമായി തിരിച്ചടിക്കുമെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ വ്യക്തമാക്കിയിരുന്നു. ഇതിനിടെ ഇറാഖിൻ്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടില്ലെന്ന് ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗിർ ഖാലിബാഫ് പറഞ്ഞു. അമേരിക്കയ്ക്ക് ശക്തിയുടെ ഭാഷ മാത്രമേ മനസ്സിലാകൂ എന്ന് ഇറാൻ ദേശീയ സുരക്ഷാ മേധാവിയും പ്രതികരിച്ചു. അതേസമയം അമേരിക്ക ഏർപ്പെടുത്തുന്ന ഉപരോധത്തിൻ്റെ വിശദാംശങ്ങൾ തിങ്കളാഴ്ച പ്രഖ്യാപിച്ചേക്കും. US ഉപരോധത്തെ തുടർന്ന് ആഗോള എണ്ണവില ബാരലിന് $94 കടന്നു. പിന്നാലെ അമേരിക്കയെ വിമർശിച്ച് ചൈനയും രംഗത്തെത്തിയിരുന്നു. കൂടുതൽ ഉപരോധങ്ങളും സമ്മർദ്ദവും പ്രശ്നപരിഹാരത്തിന് ഉതകില്ലെന്ന് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം ചൂണ്ടിക്കാട്ടി. നയതന്ത്ര രാഷ്ട്രീയങ്ങളുടെ മാർഗങ്ങളിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അമേരിക്ക തയ്യാറാകണമെന്നും ചൈന ആവശ്യപ്പെട്ടിരുന്നു. 2025 ക്ലബ്ബ് കണക്ക് പ്രകാരം ഇറാൻ കടൽ മാർഗം കയറ്റുമതി ചെയ്യുന്ന എണ്ണയുടെ 80%-ലധികവും വാങ്ങുന്ന രാജ്യമാണ് ചൈന. വിദേശത്തേക്ക് യാത്ര ചെയ്യുന്ന ഇന്ത്യക്കാർക്ക് സെപ്റ്റംബർ 1 മുതൽ പേപ്പർ ബോർഡിംഗ് പാസ് നിർബന്ധമില്ലെന്ന് ബ്യൂറോ ഓഫ് ഇമിഗ്രേഷൻ കൗണ്ടറുകളിൽ ബോർഡിംഗ് പാസിൽ സീൽ പതിപ്പിക്കുന്ന രീതിയും ഇതോടൊപ്പം അവസാനിപ്പിക്കും. യാത്രക്കാർക്ക് കൂടുതൽ സൗകര്യപ്രദമായ രീതിയിൽ ഇമിഗ്രേഷൻ നടപടികൾ പൂർത്തിയാക്കുന്നതിൻ്റെ ഭാഗമായാണ് മാറ്റം. അന്താരാഷ്ട്ര വിമാനത്താവള ഓപ്പറേറ്റർമാർക്കും CISF-നും ഇത് സംബന്ധിച്ച് നിർദ്ദേശം നൽകി. പേപ്പർ ബോർഡിംഗ് പാസുകൾ കയ്യിൽ കരുതുന്നത് യാത്രക്കാർക്ക് പ്രയാസമുണ്ടാക്കുന്നുവെന്നും സ്റ്റാമ്പ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പിഴവുകൾ പ്രശ്നങ്ങൾക്ക് ഇടയാക്കുന്നുണ്ടെന്നും വിലയിരുത്തലിലാണ് നടപടി. ഇനി മുതൽ ഇമിഗ്രേഷൻ ക്ലിയറൻസിന് യാത്രക്കാർക്ക് ബോർഡിംഗ് പാസുകൾ കാണിച്ചാൽ മതി. എന്നാൽ പേപ്പർ ബോർഡിംഗ് പാസുകൾ ഉപയോഗിക്കുന്നവർക്ക് അത് തുടരുകയും ചെയ്യാം. പക്ഷേ അവയിൽ ഇനി മുതൽ ഇമിഗ്രേഷൻ സ്റ്റാമ്പ് പതിക്കില്ല.
ആധാറിലെ തെറ്റുകളുടെ പേരിൽ സംസ്ഥാനത്തെ സേവന കേന്ദ്രങ്ങൾക്ക് ആധാർ അതോറിറ്റി ചുമത്തിയത് കോടികളുടെ പിഴ. 4 വർഷമായി സേവന കേന്ദ്രങ്ങൾക്ക് പ്രതിഫലമായി കിട്ടേണ്ട 13 കോടിയോളം രൂപ പിടിച്ചെടുത്തെങ്കിലും പിഴ കുടിശ്ശിക തീർന്നിട്ടില്ല. ഇതോടെ ആധാർ രജിസ്ട്രേഷനും നിർബന്ധ പുതുക്കലിനും 1 രൂപ പോലും കിട്ടാത്ത സ്ഥിതിയാണ് സേവന കേന്ദ്രങ്ങൾക്ക്. ആധാർ എടുക്കുന്നതിലും നിർബന്ധ പുതുക്കലിനും ജനങ്ങളിൽ നിന്നും സേവന കേന്ദ്രങ്ങൾക്ക് പണം ഈടാക്കാനാകില്ല. പകരം പ്രതിഫലം UIDAI സംസ്ഥാന IT മിഷൻ വഴി സേവന കേന്ദ്രങ്ങൾക്ക് നൽകുകയാണ് പതിവ്. എന്നാൽ ആധാർ അപേക്ഷകളിൽ വരുത്തിയ പിഴവിൻ്റെ പേരിൽ 2022 ഡിസംബർ മുതൽ പ്രതിഫലം തടയുകയായിരുന്നു. പിഴത്തുക ഇനിയുമുള്ളതിനാൽ പ്രതിഫലം നൽകുന്നത് പുനരാരംഭിച്ചിട്ടില്ല. ഒരു ആധാർ അപേക്ഷ തെറ്റുമൂലം നിരസിക്കപ്പെട്ടാൽ ആദ്യം 25 രൂപയായിരുന്നു പിഴ. തെറ്റ് കൂടിയതോടെ അത് ഒറ്റയടിക്ക് 1000 രൂപയാക്കി. ഒരു ആധാർ അപേക്ഷ പൂർത്തിയാക്കുന്നതിന് UIDAI 50 രൂപയാണ് സേവന കേന്ദ്രങ്ങൾക്ക് നൽകുന്നത്. വരുമാനവും പിഴത്തുകയും തമ്മിലുള്ള അന്തരം കൂടിയതും കുടിശ്ശിക തീരാത്തതും കാരണമായി. സംസ്ഥാന സർക്കാർ വിഷയം കേന്ദ്ര സർക്കാരിൻ്റെ ശ്രദ്ധയിൽ പെടുത്തിയിരുന്നെങ്കിലും അനുകൂല തീരുമാനമുണ്ടായിട്ടില്ല. 72ാമത് നെഹ്റു ട്രോഫി വള്ളംകളിക്കുള്ള ഒരുക്കങ്ങൾ പുന്നമടക്കായലിൽ പൂർത്തിയായി. 22 ചുണ്ടൻ വള്ളങ്ങൾ ഉൾപ്പെടെ മൊത്തം 71 വള്ളങ്ങളാണ് ഇത്തവണ മത്സരത്തിൽ മാറ്റുരയ്ക്കുന്നത്. ഉച്ചയ്ക്ക് 2 മണിക്ക് മുഖ്യമന്ത്രി VD സതീശൻ ജലമേള ഉദ്ഘാടനം ചെയ്യും. ഉദ്ഘാടന ശേഷം വള്ളങ്ങളുടെ മാസ് ഡ്രില്ലും തുടർന്ന് ചുണ്ടൻ വള്ളങ്ങളുടെ ഹീറ്റ്സ് ഫൈനൽ മത്സരങ്ങളും നടക്കും. കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാറും കേന്ദ്രമന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്തും മുഖ്യ അതിഥികളായി പങ്കെടുക്കും. കൊച്ചി മെട്രോയുടെ പേര് മാറ്റാൻ ശുപാർശ നൽകിയത് കേന്ദ്ര സർക്കാരിൻ്റെ മാർഗനിർദ്ദേശ പ്രകാരമെന്ന് KMRL. ഒരു സംസ്ഥാനത്ത് ഒന്നിലധികം മെട്രോ പദ്ധതികൾ നടപ്പിലാക്കുകയാണെങ്കിൽ കമ്പനി സംസ്ഥാനത്തിൻ്റെ പേരിൽ അറിയപ്പെടണമെന്നാണ് കേന്ദ്രത്തിൻ്റെ മാർഗനിർദ്ദേശം. മെട്രോയുടെ പേര് മാറ്റത്തിൽ നടക്കുന്ന വിവാദങ്ങൾ തെറ്റിദ്ധാരണയെ തുടർന്നെന്നും KMRLൻ്റെ വിശദീകരണം. നിലവിൽ കൊച്ചി മെട്രോയുടെ പേര് തുടരുമെന്നും സംസ്ഥാന സർക്കാരിൻ്റെ പൂർണ്ണ സമ്മതത്തോടെ മാത്രമാണ് പേരുമാറ്റുക എന്നും KMRL വ്യക്തമാക്കി. കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് എന്ന് പേര് മാറ്റി കേരള മെട്രോ റെയിൽ ലിമിറ്റഡ് എന്നാക്കണമെന്ന KMRLൻ്റെ ശുപാർശയാണ് വിവാദമായത്. KMRL MD ലോക്നാഥ് ബെഹ്റയാണ് ഇത് സംബന്ധിച്ച ശുപാർശ സംസ്ഥാന സർക്കാരിന് സമർപ്പിച്ചത്. കൊച്ചിക്ക് പുറമെ സംസ്ഥാനമൊട്ടാകെ നഗര ഗതാഗത പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കാൻ ലക്ഷ്യമിട്ടാണ് KMRL പേരുമാറ്റത്തിനായി സർക്കാരിന് ശുപാർശ നൽകിയത്. പുതിയ അക്ഷയ കേന്ദ്രങ്ങൾ ആരംഭിക്കാനുള്ള സംരംഭകർക്കായി നടത്തിയ പരീക്ഷയുടെ ഫലം മണിക്കൂറുകൾക്കുള്ളിൽ മാറിമറിഞ്ഞു. ബുധനാഴ്ച രാവിലെ 11:30 ആദ്യ ഫലം പ്രഖ്യാപിച്ചത്. രാത്രി 8:30 ആദ്യ പട്ടിക മാറ്റിമറിച്ച് വീണ്ടും ഫലപ്രഖ്യാപനം വന്നു. ആദ്യം തോറ്റ പലരും ജയിക്കുകയും വിജയിച്ചെന്ന് കരുതിയവർ തോൽക്കുകയും ചെയ്തു. സംസ്ഥാന സർക്കാരിൻ്റെ വിവര സാങ്കേതിക വകുപ്പിനു വേണ്ടി LBS നടത്തിയ പരീക്ഷയിലാണ് മറിമായം സംഭവിച്ചത്. രണ്ടാം ഫലപ്രഖ്യാപനത്തിൽ പലർക്കും 10 മുതൽ 20 മാർക്കിൻ്റെ വരെ വ്യത്യാസമുള്ളതായാണ് സൂചന. 3 മാസം മുമ്പാണ് OMR പരീക്ഷ നടത്തിയത്. ഇനി അഭിമുഖം നടത്താനുണ്ട്. മുമ്പ് IT വകുപ്പ് നേരിട്ടായിരുന്നു പരീക്ഷ നടത്തിയിരുന്നത്. ആരോപണങ്ങൾ ഉയർന്നതോടെയാണ് LBSനെ ഏൽപ്പിക്കുകയും ചെയ്തത്. സംസ്ഥാനത്ത് 1000 അക്ഷയ കേന്ദ്രങ്ങളാണ് പുതിയതായി ആരംഭിക്കുന്നത്. ഫലം വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തപ്പോൾ വന്ന സാങ്കേതിക പിഴവുകൾ തിരുത്തുകയാണ് ഉണ്ടായതെന്നാണ് LBSൻ്റെ വാദം. സംസ്ഥാനത്ത് സ്വർണ്ണവില കുതിക്കുന്നു. ഗ്രാമിന് 140 രൂപയും പവന് 1120 രൂപയുമാണ് ഇന്ന് കൂടിയത്. ഇതോടെ 1 ഗ്രാം സ്വർണത്തിന് 14,950 രൂപയും 1 പവൻ സ്വർണത്തിന് 1,19,600 രൂപയുമായി ഉയർന്നു. 2 മാസത്തിനിടയിലെ ഏറ്റവും ഉയർന്ന നിരക്കാണ് ഇന്ന് രേഖപ്പെടുത്തിയത്. അന്താരാഷ്ട്ര വിപണിയിലെ മാറ്റങ്ങളാണ് സ്വർണ്ണവിലയിലെ കുതിപ്പിന് പ്രധാന കാരണം. ഡോളർ ദുർബലമായതും അമേരിക്കൻ ബോണ്ട് ആദായത്തിലുണ്ടായ കുറവും സ്വർണത്തിന് കരുത്തേകി. US ഫെഡറൽ റിസർവിൻ്റെ പണപ്പെരുപ്പ് ആശങ്കകളും സ്വർണ്ണ വിപണിയെ സ്വാധീനിക്കുന്നുണ്ട്. വരും ദിവസങ്ങളിലും സ്വർണ്ണവിലയിൽ കുതിപ്പ് തുടരാൻ സാധ്യത കണക്കാക്കപ്പെടുന്നു. ജനുവരി 29 രേഖപ്പെടുത്തിയ 1,31,160 രൂപയാണ് സ്വർണ്ണവിലയിലെ റെക്കോർഡ്. വെള്ളി ഗ്രാമിന് 260 രൂപയിലാണ് വ്യാപാരം. ഇതോടെ 1 മണി വാർത്ത പൂർണ്ണമാകുന്നു. നമസ്കാരം.